അതിരുകൾ താണ്ടിയെത്തുന്ന വിനോദസഞ്ചാരികളെ വരവേൽക്കുവാനായി തമിഴ്നാട് ഒരുങ്ങുകയാണ്. ഇന്ത്യയുടെ ടൂറിസം ഭൂപടത്തിൽ വൻപിച്ച കുതിപ്പിന് ഒരുങ്ങുകയാണ്. അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ടൂറിസം രംഗത്ത് കോടികളുടെ നിക്ഷേപമെത്തുന്ന വാർത്തയാണ് ഇപ്പോൾ ചെന്നൈയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ചെന്നൈ മഹാബലിപുരത്ത് നടന്ന ആഗോള വിനോദസഞ്ചാര ഉച്ചകോടിയിലാണ് തമിഴ്നാടിൻ്റെ ടൂറിസം ചരിത്രത്തിൽ പുതിയ അധ്യായനം കുറിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ഈ ഉച്ചകോടിയിൽ വിനോദസഞ്ചാര മേഖലയുടെ വികസനത്തിനായി 22,795 കോടി രൂപയുടെ വമ്പൻ നിക്ഷേപ കരാറുകൾ സർക്കാർ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുകയാണ്. ഈ ബൃഹത് പദ്ധതികൾ നടപ്പാക്കുന്നതോടെ ഏകദേശം 66,000 പേർക്കാണ് പുതിയ തൊഴിലവസരങ്ങൾ ലഭിക്കും എന്നതാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. പ്രമുഖ ട്രാവൽ ഏജൻസികളായ തോമസ് കുക്ക്, SOTC എന്നിവരുൾപ്പെടെ 127 കരാറുകളാണ് ഒപ്പിട്ടത്. ബ്രിഗേഡ് ഗ്രൂപ്പ് മാത്രം ചെന്നൈയിൽ 3 പുതിയ ആഡംബര ഹോട്ടലുകൾക്കായി 1,100 കോടി രൂപ നിക്ഷേപിക്കുകയും ചെയ്യും. രാമനാഥപുരത്ത് ആസ്ട്രോ ടൂറിസം, ഡിണ്ടിഗലിലെ കൊടൈക്കനാലിൽ ആഡംബര ഹോട്ടലുകൾ, ഇമേജിക്കയുടെ തീം പാർക്ക് തുടങ്ങി വിപുലമായ വികസന പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. യുനെസ്കോ പൈതൃക കേന്ദ്രമായ മഹാബലിപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിക്കുവാൻ 100 കോടി രൂപയുടെ പ്രത്യേക അതോറിറ്റി രൂപീകരിക്കുകയും ചെയ്യും. തമിഴ്നാടിനെ കലയുടെയും സംസ്കാരത്തിൻ്റെയും ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ഈ നീക്കത്തിലൂടെ ലക്ഷ്യമിടുന്നതും എന്നും മുഖ്യമന്ത്രി സ്റ്റാലിൻ വ്യക്തമാക്കി. അയൽ സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിലുണ്ടാകുന്ന ഈ വമ്പൻ മാറ്റങ്ങൾ ദക്ഷിണേന്ത്യയിലെ ടൂറിസം വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും എന്നത് ഉറപ്പുമാണ്.